ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒറ്റപ്പെടൽ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ ഏകാന്തതയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ കാരണം മനസ്സിലാക്കിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായതും നിർണായകമായതുമായ കാര്യമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുക എന്നത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു കാര്യമാകാം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ ഒറ്റപ്പെടൽ ദൈവികമായ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ്. ഇത് പ്രപഞ്ചം വളരെ ശ്രദ്ധയോടെ ഒരുക്കിയെടുക്കുന്ന ഒന്നാണ്. പ്രപഞ്ചം നൽകുന്ന ഒരു ശിക്ഷയല്ല ഇത്, മറിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നുമൊക്കെ മാറ്റി വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിലെത്തിച്ച് അവരെ നീതിയുക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശരിയായ ആത്മീയ വളർച്ചയിലേക്ക് എത്തിക്കുകയാണ് ഈ ഏകാന്ത കാലഘട്ടത്തിൻ്റെ ലക്ഷ്യം. വളരെ ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയ്ക്കും ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതിനും ഈ ഏകാന്തതയും ശാന്തതയും വളരെ നിർണായകമായ ഒന്നാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം പല വിധത്തിലും പരീക്ഷിക്കപ്പെടും. ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും കൂടുതൽ ഉറച്ചതായി തീരുന്നു. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വെളിവാക്കി തരുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും. ഈ ഏകാന്ത യാത്രയിൽ മറ്റുള്ളവരിൽ നിന്നു കിട്ടുന്ന അംഗീകാരങ്ങളും ലോകത്തിൻ്റെ ലൗകിക സുഖങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് അവർ സ്വയം ആഴത്തിലുള്ള ആത്മപരിശോധനയിലൂടെ സ്വന്തം ഉള്ളിലുള്ള പേടികളും സംശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടെത്തി അതിനെയൊക്കെ അതിജീവിക്കുന്നു. അവർ അവരുടെ തന്നെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള അവരുമായി സംവദിക്കുന്നു. അഹംഭാവവും അത്യാഗ്രഹവുമൊക്കെ കൈവെടിഞ്ഞ് ഏറ്റവും ശുദ്ധമായൊരു ആത്മാവായി തീരുന്നു. അങ്ങനെ ശരിയായ ആത്മീയ ഉണർവിലേക്കെത്തുന്നു. ഈ ആത്മീയ ഉണർവ് അവർക്ക് ഈ പ്രപഞ്ചവുമായും അതിലെ ഓരോ വസ്തുക്കളുമായും അവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ആത്മീയ ഉണർവ് അവരെ ശരിയായ വീക്ഷണത്തിലേക്ക് നയിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവരെയും എല്ലാത്തിനോടും സ്നേഹവും അനുകമ്പയും മാത്രം പ്രകടിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. ഒരു വ്യക്തിക്ക് അയാളുടെ ആത്മീയ ഉണർവിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് അയാളുടെ തന്നെ ഉള്ളിലെ ഈഗോ ആണ്, അഥവാ ഞാൻ എന്ന ഭാവം. ഈ അഹംഭാവം മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരവും ബഹുമാനവും ഡിമാൻഡ് ചെയ്യുന്നു. അതിനാൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള പൊള്ളയായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഏകാന്ത യാത്രയിൽ ഇത്തരം പൊള്ളയായ പ്രവൃത്തികളിൽ നിന്നും അവരെ വ്യതിചലിപ്പിച്ച് അവരുടെ ഞാൻ എന്ന ഭാവം മുഴുവനുമായി മാറ്റി അവരെ വിനയമുള്ളവരാക്കി തീർക്കുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്നും കിട്ടുന്ന അംഗീകാരവും ബഹുമാനവും ഒരാളുടെ ഈഗോ കൂട്ടുന്നു. എന്നാൽ വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും ഈഗോ കുറയ്ക്കാൻ സഹായിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒറ്റപ്പെടൽ അവരെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അവർ ചുറ്റുമുള്ളവരുടെ അഭിനന്ദനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ അംഗീകാരത്തിൽ മനസ്സർപ്പിക്കുന്നു. ഇത് ആത്മീയ ഉണർവിന് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഒരു മനുഷ്യനിൽ ആത്മീയ വളർച്ച സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ അയാളുടെ ഉള്ളിലെ തന്നെ ശരികളും തെറ്റുകളും അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ തന്നെ ഉള്ളിൽ നടക്കുന്ന ഈ യുദ്ധം വെല്ലുവിളികളായും പ്രലോഭനങ്ങളായും എതിർപ്പുകളായും അനുഭവപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ഇതിനെയൊക്കെ തരണം ചെയ്യേണ്ടതായുണ്ട്. ഈ ഏകാന്തത അതിലേക്കുള്ള പരിശീലന കാലഘട്ടമാണ്. അവനവൻ്റെ തന്നെ ഉള്ളിലെ ശരികളും തെറ്റുകളും തമ്മിലുള്ള യുദ്ധത്തെ പ്രതിരോധിച്ച് മുന്നേറി വിവേചന ബുദ്ധിയും ധൈര്യവും കൈമുതലുള്ളവരാക്കുന്നു. ഇവർ ആത്മീയമായി മുന്നേറുന്നു. പല സന്ദർഭങ്ങളിലും ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും മാത്രമായിരിക്കും അവരുടെ ശക്തി. ഇത് ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു. ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം തന്നെ പലപ്പോഴും പരീക്ഷിക്കപ്പെടും. കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ട് ദൈവം മാത്രം ആശ്രയത്തിനുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് പ്രപഞ്ചം തിരഞ്ഞെടുക്കപ്പെട്ടവരെ നയിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഏകാന്തത അവരെ ദൈവവുമായി കൂടുതൽ ദൃഢമായൊരു ബന്ധം വളർത്തി ദൈവത്തിൻ്റെ സ്വരം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ പ്രാപ്തരാക്കുന്നു. അവരുടെ ആത്മീയ പാതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും അവർക്ക് സാധിക്കും. ഏകാന്ത കാലഘട്ടത്തിൽ അവർക്ക് ഇനി മുന്നോട്ടെന്ത് അല്ലെങ്കിൽ ഏതു വഴി പോകണം എന്നൊന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥയും ചിലപ്പോഴൊക്കെ
അവർ തെരഞ്ഞെടുത്ത വഴികളിൽ തിരിച്ചടികളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന പരിശീലനമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഈ പരിശീലനം അത്യാവശ്യമാണ്. ഈ ഐസൊലേഷൻ പീരീഡിൽ കുട്ടിക്കാലത്ത് അവർക്കുണ്ടായ മുറിവുകളും ട്രോമകളുമൊക്കെ സുഖപ്പെടുത്തുന്നു, പുതിയൊരു മനുഷ്യനാക്കുന്നു. അവരുടെ മനസ്സിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടി. വളരെ തെളിഞ്ഞ സമാധാനമുള്ള മനസ്സോടു കൂടിയവരാകുന്നു. ഇത് മുന്നോട്ടുള്ള അവരുടെ പാതയിൽ തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ അത്യാവശ്യമുള്ള ഒന്നാണ്. ഈ ഏകാന്ത കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും സ്പിരിച്വൽ ടെക്സ്റ്റ് വായിക്കാനുമൊക്കെ സമയം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നു. റെഗുലറായുള്ള മതപരമായ അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാധിക്കുന്നു. ഇത് അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഐസൊലേഷൻ പീരീഡിൽ ഇവരുടെ ജീവിതം കൂടുതൽ അച്ചടക്കമുള്ളതും പരിശുദ്ധവുമാക്കി മാറ്റുന്നു. ചിലപ്പോഴൊക്കെ ഈ ഏകാന്ത കാലഘട്ടം വളരെ വേദനാജനകവുമായിരിക്കും. എങ്കിലും ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുന്നവരായി മാറുക തന്നെ ചെയ്യും.